കേരളം ജയിക്കും, UDF നയിക്കും. ജനാധിപത്യത്തിൻ്റെ ജന്മനാട്, ലോകത്തിന് ജനാധിപത്യം, തത്വശാസ്ത്രം, ഒളിമ്പിക്സ് എന്നിവ നൽകിയ പുരാതന നഗരം. അക്രോപോളിസ്, പാർത്തനോൾ തുടങ്ങിയ ലോകപ്രശസ്തമായ പുരാതന നിർമ്മിതികളും ചരിത്ര സ്ഥാപനങ്ങളും ഉൾക്കൊള്ളുന്ന നഗരം. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ വ്യൂഹമുള്ള അഥവാ മെർച്ചൻ്റ് നേവിയുള്ള രാജ്യങ്ങളിൽ ഒന്ന്. മനോഹരമായ കടൽ തീരങ്ങളും വെളുത്ത ചുവരുകളുമുള്ള വീടുകളുമെല്ലാം ലോകശ്രദ്ധയാകർഷിക്കുന്ന സമാധാനപ്രിയരായ ആളുകളുടെ നാട്. യൂറോപ്പിൻ്റെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു പെനിൻസുല. 2000-ലധികം ദ്വീപുകളുണ്ടെങ്കിലും ജനവാസയോഗ്യമായവ 227 എണ്ണം. അവയെല്ലാമാണ് ഗ്രീസ് എന്ന കുഞ്ഞൻ രാജ്യം. ഈ ഗ്രീസ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി മുഖത്താണ്. കാരണമോ അത് ഇസ്രയേലുമാണ്. ഇസ്രയേലിൽ നിന്നും കേവലം 1200 കിലോമീറ്റർ മാറിയാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. ഇസ്രയേലികൾക്ക് ഈ ഗ്രീസിൽ ഭൂമി വേണമെന്നാണ് ഇപ്പോൾ സയനിസ്റ്റ് വംശജരുടെ ആവശ്യം. നിരന്തരമുണ്ടാകുന്ന യുദ്ധവും ലോകത്തൊരിടത്തും സയനിസ്റ്റ് വംശജരെ ആളുകൾ സ്വീകരിക്കാത്ത അവസ്ഥയും വരുന്നതോടെ യുദ്ധമുണ്ടാകുമ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയും യുദ്ധം അവസാനിക്കുമ്പോൾ തിരികെ ഇസ്രയേലിലേക്ക് വരികയുമൊക്കെയാണ് ഇസ്രയേലുകാർ കാലങ്ങളായി ചെയ്തു വരുന്നത്. എന്നാൽ കേവലം 2 മണിക്കൂർ കൊണ്ട് വിമാനമാർഗവും കപ്പൽ മാർഗം ഏതാനും മണിക്കൂറും സഞ്ചരിച്ചാൽ എത്തുന്ന ഗ്രീസിൽ ഭൂമി വാങ്ങിക്കൂട്ടുവാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ഇസ്രയേൽ എന്ന രാജ്യം പദ്ധതി തയ്യാറാക്കുന്നത് എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. നേരത്തെ സൈപ്രസിലും ഇതേ പരീക്ഷണം ഇസ്രയേൽ ആരംഭിച്ചിരുന്നു. ഗ്രീസിൽ വിദേശികൾക്ക് ഭൂമി വാങ്ങാം എന്ന നിയമമുണ്ടെന്നിരിക്കെ ഈ അവസരം മുതലെടുത്താണ് വലിയ തോതിൽ ഭൂമി സ്വന്തമാക്കാൻ ഇസ്രയേൽ ആലോചിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്ത. ഇസ്രയേലികളുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കാലങ്ങളായി ഈ ഗ്രീസ്. 2000-ലധികം വരുന്ന ഈ ദ്വീപുകളിൽ മനുഷ്യവാസമുള്ളത് കേവലം 227 എണ്ണത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിലാണ് ഭൂമി സ്വന്തമാക്കാൻ ഇസ്രയേലിൻ്റെ പ്ലാൻ ബി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വാർത്തയോട് ഗ്രീസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും രാജ്യത്ത് നിക്ഷേപം വരുന്നതിനെ സമ്പദ് വർധനവ് എന്ന നിലയിൽ ഗ്രീസ് കാണുന്നുണ്ട്. എന്നാൽ രാജ്യത്ത് വിദേശികൾ കടന്നുകൂടുന്നതിനെ, അതും ഇസ്രയേൽ ജനത കടന്നു വരുന്നതിനെ ഗ്രീസുകാർ ഭയപ്പാടോടെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു നീക്കത്തെ സസൂക്ഷ്മം വീക്ഷിക്കുകയും എതിർക്കുകയുമാണ്. സമീപ രാജ്യമായ സൈപ്രസിലുണ്ടായ പ്രശ്നങ്ങൾ പോലെ തന്നെ തങ്ങളുടെ രാജ്യത്തും ഇസ്രയേലികൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് ഗ്രീസ് ജനത വിശ്വസിക്കുന്നു. മാത്രമല്ല, ഇസ്രയേലിന് ധാരാളം ശത്രുക്കളുണ്ട്. ആ ശത്രുക്കൾ പിന്നീട് ഗ്രീസിൻ്റെയും ശത്രുക്കളായി മാറുക സ്വാഭാവികമായി മാറും. അതുകൊണ്ട് തന്നെ ഈ പദ്ധതികൾക്ക് ഗ്രീസ് മുന്നോട്ട് വരുമോ എന്നതും സംശയകരമാണ്. എന്നാൽ ഇസ്രയേലിൻ്റെ പ്ലാൻ ബി പദ്ധതിയായി അവർ അതിനെ കണക്കാക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. വൻതോതിൽ യഹൂദർ കുടിയേറുന്നത് ഗ്രീസിന് വലിയ വെല്ലുവിളികൾ തന്നെ ഉണ്ടാക്കും. വിദേശികൾ വൻതോതിൽ ഭൂമി വാങ്ങുന്നത് തദ്ദേശീയർക്ക് ഭൂമി വാങ്ങാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുമെന്നതാണ് ഒന്നാമത്തേത്. മറ്റൊന്ന്, ഗ്രീസിൻ്റെ അയൽരാജ്യമായ തുർക്കിയുമായുള്ള ബന്ധം കൂടുതൽ വഷളാകും എന്നതാണ്. ഗ്രീസും ഇസ്രയേലും തമ്മിലുള്ള അമിതമായ അടുപ്പം മേഖലയിലെ മറ്റു രാജ്യങ്ങളുമായുള്ള, പ്രത്യേകിച്ച് തുർക്കിയുമായുള്ള ബന്ധത്തെ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. സുരക്ഷാ ഭീഷണി മറ്റൊരു പ്രശ്നമാണ്. ഇസ്രയേലിൻ്റെ ശത്രുക്കൾ ഗ്രീസിലെ ഈ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാൽ അത് ഗ്രീസിൻ്റെ സുരക്ഷയെ സാരമായിട്ട് തന്നെ ബാധിക്കും. നിലവിൽ 5000 മുതൽ 6000 വരെ യഹൂദർ മാത്രമാണ് ഗ്രീസിലുള്ളത്. 2ാം ലോകമഹായുദ്ധ കാലത്ത് ഇത് ഏകദേശം 80,000 ആയിരുന്നു. പിന്നീട് ഹോളോകോസ്റ്റോട് കൂടി വലിയ അളവിൽ കുറവുണ്ടായി. ഗ്രീസ് സർക്കാർ നിലവിൽ യഹൂദ മതവിശ്വാസികൾക്ക് എല്ലാ സുരക്ഷിതത്വവും നൽകുന്നുണ്ട്. സെസ്സലോന പോലെയുള്ള നഗരങ്ങളിൽ യഹൂദ ചരിത്ര സ്മാരകങ്ങൾ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. എങ്കിലും തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളിൽ നിന്ന് ഇപ്പോഴും ജൂതവിരുദ്ധത നേരിടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. ഗ്രീസും അയൽരാജ്യമായ തുർക്കിയും തമ്മിൽ കാലങ്ങളായുള്ള ചരിത്രപരമായ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചില ദ്വീപുകളിൽ ഗ്രീസ് സൈനികവൽക്കരണം നടത്തിയത് തുർക്കിയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായാണ് തുർക്കി അതിനെ കാണുന്നത്. മാത്രവുമല്ല, മെഡിറ്ററേനിയൻ കടലിലെ കപ്പൽ ഗതാഗതം സംബന്ധിച്ചും ധാതു സമ്പത്തുകളെ സംബന്ധിച്ചും തുർക്കിയുമായി പ്രശ്നങ്ങൾ ഉണ്ട് ഗ്രീസിന്. എന്നാൽ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ സൈനിക ആധുനികവൽക്കരണങ്ങളിലും സാങ്കേതികതകളിലും ഗ്രീസ് ഇസ്രയേലിൻ്റെ സഹായവും തേടാറുണ്ട്. ഗ്രീസും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ വളരെയധികം മെച്ചപ്പെട്ടതാണ്. ഇരു രാജ്യങ്ങളും സംയുക്ത സൈനികാഭ്യാസങ്ങൾ നിരന്തരം നടത്തുന്നു. തുർക്കിയുമായുള്ള ഗ്രീസിൻ്റെ തർക്കങ്ങളിൽ ഇസ്രയേൽ
സുപ്രധാന പങ്കാളിയായി മാറുന്നു. മെഡിറ്ററേനിയൻ കടലിലെ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതികളിലും ടൂറിസം മേഖലയിലും ഇരു രാജ്യങ്ങളും പരസ്പരം സഹകരിക്കുന്നു. ഈ സഹകരണം ഇസ്രയേലിന് പുതിയ പദ്ധതിക്കുള്ള വഴി തുറക്കലാണെങ്കിൽ ഗ്രീസിന് ശത്രുരാജ്യങ്ങൾക്ക് മാത്രമല്ല ഇസ്രായേലിൻ്റെ ശത്രുക്കൾക്കും ഈ സഹകരണം വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് ഗ്രീസിൽ ഭൂമി വാങ്ങാനുള്ള ഇസ്രായേൽ ശ്രമത്തെ ഇസ്രായേലിനോടുള്ള ശത്രുത പോലെ ഗ്രീസിനോടും ശത്രുത വളർത്താൻ അത് കാരണമാക്കുമെന്നതാണ്. മുൻപ് ഗ്രീക്കുകാർ ധാരാളമുള്ള ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന ഇസ്രയേലിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന മറ്റൊരു ദ്വീപ് രാഷ്ട്രമായ സൈപ്രസിലെ തുർക്കി വംശജരെ കൂടി ചേർത്ത് വിശാലമായ സൈപ്രസ് ഉണ്ടാക്കുവാനുള്ള ശ്രമത്തെ തുർക്കി തകർത്തതാണ്. ബ്രിട്ടൻ്റെ കയ്യിലായിരുന്ന സൈപ്രസിനെ സ്വതന്ത്രമാക്കുമ്പോൾ പ്രസിഡന്റ് സ്ഥാനം ഗ്രീക്കുകാർക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനം തുർക്കി വംശജർക്കും എന്നായിരുന്നു അന്ന് ഉണ്ടാക്കാനിരുന്ന ഉടമ്പടി. എന്നാൽ ആ ഉടമ്പടി അട്ടിമറിക്കപ്പെട്ടതോടെ തുർക്കി അധിനിവേശം നടത്തുകയും സൈപ്രസിൻ്റെ ഏകദേശം 37% വരുന്ന സ്ഥലങ്ങളും തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു. ഇതോടെ തുർക്കിയും ഗ്രീസും തമ്മിലുള്ള ബന്ധം അന്ന് മുതലേ കൂടുതൽ വഷളായതാണ്. അത് ഏകദേശം 1960 കാലഘട്ടമാണ് എന്നോർക്കണം. അന്ന് മുതൽ വലിയ പ്രശ്നം നിലനിൽക്കുകയാണ് ഗ്രീസും തുർക്കിയും തമ്മിൽ. കൂടാതെ ഏജിയൻ കടലിലെ ദ്വീപുകളുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കവും തുർക്കിയുമായിട്ട് നിലനിൽക്കുന്നു. കടലിനടിയിലുള്ള പ്രകൃതിവാതകവും എണ്ണയും ആർക്കാണ് അവകാശപ്പെട്ടത് എന്നതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ തർക്കം എന്നിരിക്കെ നിലവിൽ ഇസ്രയേൽ കൂടി ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ തുർക്കിയുടെ എതിർപ്പ് കൂടുക സ്വാഭാവികമാണ്. തുർക്കിയുടെ തീരത്തോട് ചേർന്നുള്ള ഗ്രീക്ക് ദ്വീപുകളിൽ ഗ്രീസ് സൈന്യത്തെ വിന്യസിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള തർക്കം, സൈപ്രസ് പ്രശ്നം തുടങ്ങിയ പല പ്രശ്നങ്ങളാൽ തുർക്കിയും ഗ്രീസും തമ്മിൽ വലിയ ശത്രുതയോടെ നിലനിൽക്കുകയാണ്. ഈ ശത്രുതക്കെല്ലാം പുറമെ ചരിത്രപരമായി ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്ന ഗ്രീസ് സ്വാതന്ത്ര്യം നേടിയത് മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസവും നിലനിൽക്കുന്നു. ഇതിനിടയിലേക്കാണ് തുർക്കിയുടെ ഏറ്റവും വലിയ ശത്രുവായ ഇസ്രയേൽ കൂടി കടന്നു വരുന്നത്. ഇതോടെ തുർക്കിയും ഗ്രീസും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകും. ഏതായാലും ഗ്രീസിൽ ദ്വീപുകൾ വാങ്ങുവാനുള്ള, ഭൂമി വാങ്ങുവാനുള്ള ഇസ്രയേൽ ശ്രമത്തെ തുർക്കി ശക്തമായി എതിർക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതൊരു പക്ഷേ യൂറോപ്പിൽ എടുത്തു പറയേണ്ട കാര്യം ഗ്രീസും തുർക്കിയും നാറ്റോ രാജ്യങ്ങൾ കൂടിയാണ് എന്നതാണ്. ഈ നാറ്റോ രാജ്യങ്ങൾ തമ്മിൽ ഒരു തർക്കമുണ്ടാവുകയും ആ തർക്കം വളരുകയും വലുതാവുകയും ചെയ്താൽ അത് ഈ രണ്ട് രാഷ്ട്രങ്ങളിൽ മാത്രം നിൽക്കുന്ന ഒന്നായിരിക്കില്ല. അത് നാറ്റോ സഖ്യത്തെ ബാധിക്കുന്ന ഒന്നായിരിക്കും. യൂറോപ്പിലെ രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ യൂറോപ്പിനെയും അത് ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ കിട്ടും മാസം തോറും. UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ. ഇത് UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. ഇനി ജനങ്ങൾ ജയിക്കട്ടെ. കേരളം ജയിക്കും, UDF നയിക്കും.